ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ചൈനീസ് വാഹനമാണ്. ചൈനീസിൻ്റെ ഹവൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാൽ യു എയിൽ സുലഭമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതേമാതിരി തന്നെ മേടിക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ അകവും ഇൻറ്റീരിയലും അതേമാതിരി ഔട്ട്സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ആഡംബര വാഹനം പോലെ തന്നെ തോന്നിയേക്കാം. എന്നാൽ ചൈനീസ് വാഹനങ്ങളുടേതായ കുറവുകളും ഈ വാഹനത്തിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ലുക്കും അതേമാതിരി തന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതേമാതിരി തന്നെ ഇതിൻ്റെ ക്യാമറയൊക്കെ 3D ക്യാമറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അടാറ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു വാഹനത്തിൽ നമ്മളിപ്പോൾ സർവീസ് റീസെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനത്തിൽ സർവീസ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഈ വാഹനത്തിൽ സ്കാനർ ഉപയോഗിച്ചാണ് സർവീസ് റീസെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഗിയർ ലിവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്യായ ലുക്കും അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ ഒരു അടിപൊളി ലുക്കും കാര്യങ്ങളും തന്നെയാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ലൊരു സ്പോർട്ടി ലുക്ക് സ്റ്റിയറിംഗ് തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സർവീസ് ഡ്യൂ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റിയറിംഗിലുള്ള റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സർവീസ് റിമൈനിങ്ങും അതേമാതിരി തന്നെ എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസിൽ പോയി കഴിഞ്ഞാൽ താഴെയായിട്ട് മെയിൻ്റനൻസിൽ പോവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിൻ്റനൻസ് മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പം 0 കിലോമീറ്റർ ആണുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഈ വാഹനത്തിൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാനുവലായിട്ട് റീസെറ്റ് ചെയ്യേണ്ടത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാഹനത്തിൽ ഞാനിപ്പോൾ സ്കാനർ ഉപയോഗിച്ചാണ് റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ റീസെറ്റ് ചെയ്യാൻ പോകുന്നത് ഹോട്ടലിൻ്റെ ടൂൾ ഉപയോഗിച്ചാണ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ വാഹനം അതേമാതിരി തന്നെ ഏത് ബ്രാൻഡാണ് എന്നുള്ളതൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഓയിൽ റീസെൻ്റ് ഓപ്ഷൻ എത്തുന്നതാണ്. ഇതിപ്പം കണ്ടല്ലോ, ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ആകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഹോട്ട് ഫംഗ്ഷൻ വരും. ഹോട്ട് ഫംഗ്ഷനിൽ ഓയിൽ റീസെറ്റ്. അപ്പോൾ ഓയിൽ റീസെറ്റ് ചെയ്യേണ്ടത് നമ്മൾ എത്ര കിലോമീറ്ററിൻ്റെ ഓയിലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അകത്ത് എത്ര കിലോമീറ്ററാണ് നമ്മൾ നെക്സ്റ്റ് സർവീസ് എത്ര കിലോമീറ്ററിലാണ് വേണ്ടതെന്ന് നമുക്കിവിടെ അടിച്ച് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം 10,000-ൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ 10K സർവീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10,000 ഞാൻ അടിച്ചതിന് ശേഷം അത് റീസെറ്റായി. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ 10,000. നെക്സ്റ്റ് 10,000-ലാണ് റീസെറ്റ് മൈലേജ് സക്സസ്ഫുൾ. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ ഏതാണ് പ്രൊസീജിയർ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ലോങ് ആവുന്ന കാരണം ഞാൻ അതൊന്നും ഞങ്ങളെ കാണിച്ചു തരുന്നില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.